Good morning, ladies and gentlemen. Welcome to your favorite. ഹലോ ഗായ്സ്, അങ്ങനെ ഞാനൊരു ചെറിയൊരു വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ചാനലിൽ 2200 രൂപയുടെ ചൂ എന്ന് പറയുന്ന മൂൺ ഡ്രോപ്പ് ചൂ എന്ന് പറയുന്ന IEMൻ്റെ റിവ്യൂ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് യു ഗൈസ് ഹാവ് ബോട്ട് ദിസ് ആൻഡ് നിങ്ങൾ ഹാപ്പിയാണ് ഇതിൽ. ബിക്കോസ് ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ്. വൺ ഓഫ് ദ ബെസ്റ്റ് IEM, ആ ഒരു 2000 റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് IEM ഇത് തന്നെയാണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് സബ് ബേസ്, മിഡ് ബേസ്, ട്രബിള്, എയർ ഇതുണ്ടോ എന്നൊക്കെ നമുക്കിതിൽ ഈ ഒരു ഗ്രാഫ് നോക്കി, ഇതേ ഗ്രാഫ് തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വലൈസേഴ്സും കാര്യങ്ങളൊക്കെ ട്വീക്ക് ചെയ്യുന്നത്, അതായത് ഫ്രീക്വൻസിയിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ അറിയാവുന്ന പോലെ ഇതിൻ്റെ ഇമ്പിഡൻസ് ഏകദേശം 18 ohm ആണ് വരുന്നത്. സോ വോളിയം വൈസ് ഈവൻ ദോ നമുക്ക് അത്യാവശ്യം നല്ല വോളിയം കിട്ടുമെങ്കിലും ഇതിൻ്റെയൊക്കെ 1 സ്റ്റെപ്പ് മോളിൽ നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അത് ഞാനൊരു 6000 രൂപ ചിലവാക്കി ആ ഐറ്റമാണ് നിങ്ങൾ ഈ കാണുന്ന മൂൺ ഡ്രോപ്പിൻ്റെ മേ എന്ന് പറയുന്ന ഈ സാധനം. യെസ്, നമ്മുടെ ആൻഡ് മേ എന്നൊക്കെ പറഞ്ഞ മേ. ഇതാണ് പെട്ടി. നല്ലൊരു അനിമേ. ഇത് തന്നെ അനിമേ, മൊത്തം അനിമേയുടെ റെഫറൻസുകളാണ് പെട്ടിയിലുള്ളത്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡയഫ്രം വരുമ്പം അലൂമിനിയം മാഗ്നീഷ്യം അലോയ് കോമ്പോസിറ്റ് ഡയഫ്രമാണ് ഇരിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് സഫയർ പ്ലേറ്റഡ് ഡയഫ്രമാണ്, ഡൈനാമിക് ഡ്രൈവർ വിത്ത് ആനുലർ പ്ലാനർ മാഗ്നറ്റിക് ഡ്രൈവർ. പ്ലാനർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ട്രബിൾ ജില്ലെന്നിരിക്കും. കാണാൻ പറ്റുന്ന നല്ലൊരു ടെക്സ്ചർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ ഒരു ബോക്സ് പോലെ ഉണ്ട് കേട്ടോ. 6000 രൂപയ്ക്ക് നിങ്ങൾ സെറ്റ് മേടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ആദ്യം തന്നെ നമുക്കൊരു ബോക്സ്, അതായത് ഈ സാധനം വെക്കാനുള്ളൊരു ബോക്സ് തരുന്നുണ്ട്. ഒരു ലെതർ കേസിംഗ് ആണ് വരുന്നത്, വിച്ച് ഈസ് ആക്ച്വലി ഗുഡ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഡ്രൈവർ ഗൈസ്. ഇതിൽ നിന്നാണ് നമുക്ക് മാജിക് കേൾക്കാൻ പോകുന്നത്. ഒരുമാതിരി ഒരു ലൂയി വിറ്റോൻ്റെ ഒരു ഹെഡ്സെറ്റ് പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. പല ടൈപ്സ് ഓഫ് ടിപ്സ് വരും ചെവിയിൽ വെക്കാനുള്ള. അതിലാണ് മെയിൻ കാര്യങ്ങൾ ഇരിക്കുന്നത്. നമ്മൾ പ്രോപ്പറായിട്ടും മീഡിയം ആണോ ലാർജ് ആണോ നമ്മളുടെ ചെവിയിലനുസരിച്ചിട്ടുള്ള ടിപ്സ് വെക്കാൻ ശ്രമിക്കുക. അതേപോലെ സിലിക്കൺ ടിപ്സും ഉണ്ട്, ഫോം ടിപ്സ് ഉണ്ട്. പുതിയ ഒരു ടൈപ്പ് ഓഫ് ടിപ്സാണ്. ഫോമില്ല, നമ്മുടെ മറ്റേ ഈ മെമ്മറി ഫോമില്ല, നമ്മുടെ ഈ ഹെഡ്സെറ്റിൽ മറ്റേ പഞ്ഞി പോലെ ഇരിക്കണതിൻ്റെ അതുപോലത്തെ ടിപ്സ് ഇപ്പോൾ വരുന്നുണ്ട്. സ്മോൾ മീഡിയം ലാർജ് എന്നുള്ള രീതിയിലുള്ള ടിപ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ആഗ്രഹിച്ച സാധനമാണ്, കുറച്ച് വില കൂടിയ. ഇതൊന്നും ഒരു വിലയല്ല സത്യം പറഞ്ഞാൽ. IEMൻ്റെ ശരിക്കുള്ള വിലയൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടുകൂടെ. ചില കിഡിലും കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം ലക്ഷങ്ങളൊക്കെ വില വരുന്ന IEMs വരെ നമ്മളെ നാട്ടിൽ കിട്ടുവിടെ. നമുക്ക് ലക്ഷങ്ങളൊന്നും ചിലവാക്കാത്തതുകൊണ്ട് ഒരു 6000 ഞാൻ മാക്സിമം ചിലവാക്കി. ഇങ്ങനത്തെ ഒരു ബ്രൈഡഡ് ആയിട്ടുള്ള വയറാണ് വരുന്നത്, വിച്ച് വിൽ ഹാവ് എ ടൈപ്പ് C കണക്ടർ. യെസ്, ഫോൺ ഇപ്പോൾ എല്ലാം ടൈപ്പ് C ആയതുകൊണ്ട് ഗെയിം, ഈ സാധനത്തിൻ്റെ ഒരു ഗുണം പറഞ്ഞാൽ ഗെയിം കളിക്കുന്നവർക്കും പാട്ട് കേൾക്കുന്നവർക്കും നമുക്ക് ഫോണിൽ സംസാരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ മേടിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ IEM എന്ന് പറയുന്ന ഐറ്റം. ഇതാണ് നമ്മുടെ ഇന്നിയർ മോണിറ്റേഴ്സ് ഈ പ്രാവശ്യം വരുന്ന. ഇത് ഞാൻ വെച്ചിട്ട് കേൾക്കട്ടെ പെട്ടെന്ന്. ഞാൻ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ വരാം. ശരി എന്നാൽ. അങ്ങനെ ഈ സാധനം ഞാൻ യൂസ് ചെയ്തിടെ ഒരു 3 ദിവസമായിട്ട് ഇത് വെച്ച് ഗെയിം കളിച്ച്, ഇത് വെച്ച് ഒരുപാട് പാട്ടുകൾ കേട്ടു. ആൻഡ് ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. അതായത് ഈ പെട്ടിയിനകത്തുള്ള ഈ IEMനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ദിസ് ഈസ് മൂൺ ഡ്രോപ്പ് മേ DSP. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടൈപ്പ് C മൂഡാണ് വരുന്നത്. സോ ദിസ് ഈസ് DSP ഉള്ളതാണ്. അതായത് ഇപ്പോൾ ഈക്വലൈസേഴ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ മാറ്റുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു പ്യുവർ ഫോമിൽ നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റും. ആ ഒരു കൺവേർഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്ന DSP. വാട്ട് ആൻ ഐറ്റം! ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എങ്ങനെ നിങ്ങൾക്കിത് വാക്കാൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലോ, മറ്റേ ചൂ DSP നമ്മുടെ മൂൺ ഡ്രോപ്പിൻ്റെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. അതും ഇതുമായിട്ടുണ്ടല്ലോ എൻ്റെ അമ്മ, ആനെ ഉറുമ്പിൻ്റെ വ്യത്യാസമുണ്ട് സൗണ്ട് ക്ലാരിറ്റിയിൽ. ആൻഡ് മോർ ഓവർ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ഇത് മേടിക്കുന്നവർ ഞാൻ പറയാം, ഐഫോണിൽ ഇതിൻ്റെ ഈ ആപ്പ് സപ്പോർട്ടല്ല, ഈ മൂൺ ഡ്രോപ്പിൻ്റെ ആപ്പ് സപ്പോർട്ടല്ല. അപ്പം നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവരാണ് ഈ മാക്സിമം ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. അതല്ല, നിങ്ങൾക്ക് ഇത് മറ്റേ ടൈപ്പ് C കണക്ടർ ആയതുകൊണ്ട് വെറുതെ കുത്തി കഴിഞ്ഞാൽ അവന്മാർക്ക് വർക്കാവും. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ ഓൺ ഇതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവണമെങ്കിൽ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുക. അതിൽ തന്നെ മൂൺ ഡ്രോപ്പ്
.comൽ പോയി കഴിഞ്ഞാൽ മൂൺ ഡ്രോപ്പ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അവരെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഒരു APK ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ പ്ലേ സ്റ്റോറിലൊന്നും ഈ സാധനം ഇല്ല. അത് എടുത്ത് കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ഒരു സാധനത്തിൻ്റെ ഒരു വലിയ പ്രശ്നം. ഈ ആപ്പിൽ ഇത് കണക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് മറ്റേ പ്രീസെറ്റ്സ് ആയിട്ടുള്ള EQs നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്താലേ ഇതിനൊരു ഗുണമുള്ളൂ ഇവിടെ, എന്നാലേ അതിൻ്റെ ഒരു നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവത്തുള്ളൂ. ആൻഡ് ദ EQ വർക്ക്സ് പെർഫെക്റ്റ്ലി. ഇത് വെച്ച് പാട്ട് കേൾക്കണം മക്കളെ, ഒരു രക്ഷയില്ല. അതേപോലെ ഗെയിം കളിക്കാനും യാതൊരു രീതിയിലുള്ള ലേറ്റൻസി ഇല്ല. നമുക്ക് മറ്റേ ഫുഡ് സ്റ്റെപ്പൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എവിടെ നിന്നാണ് വരണമെന്നൊക്കെ പട്ടേന്ന് മനസ്സിലാവും. എന്ത് പറഞ്ഞു, ഇതെന്തോ പറ്റി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് ദാണ്ട ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതുണ്ട്. പിന്നെ ദാണ്ട ഹാർമൻ ഉണ്ട്, നോ ബേസ് ബേസ് ഹെഡ് ഉണ്ട്, നോ ബേസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡിഫറൻസ്, ആ EQൻ്റെ ഡിഫറൻസ് കിടിലമാണ്. ഡ്യുവൽ ഡ്രൈവർ വിത്ത് പ്ലാനറിൻ്റെ ട്വിറ്റേഴ്സാണ് ഇതിൽ വരുന്നത്. ആൻഡ് ബേസ് ആണെങ്കിലും ട്രെബിൾ കുറച്ചും കൂടെ ഒരു സ്മൂത്ത്നെസ് ഒരു കുറവുണ്ട്. കുറച്ചും കൂടി ഇത്തിരി ജിൽ കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിപ്പോൾ നമ്മൾ Type-C to ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഹെഡ്ഫോൺസ് ജാക്കിൻ്റെ ഇതിലോട്ട് മാറ്റുമ്പോൾ തന്നെ വേറെ ഒരു ഫീലിംഗ് നമുക്ക് ഇതിൽ കിട്ടും. അത് വേറൊരു കേസ്. സോ ഡെഫിനറ്റ്ലി ഹൈലി കേട്ടോ ഞാൻ ഇത് ചെയ്യും, ഇതെന്താ റെക്കമെൻഡ് ചെയ്യും. ഈ ഒരു സാധനം മൂൺ ഡ്രോപ്പ് 6000 രൂപ നിങ്ങൾക്ക് കൊടുക്കാറുണ്ടെങ്കിൽ ഈ സാധനം മേടിയടൈ മറ്റേ വയർലെസ്സും ഒക്കെ എടുത്ത് വിളയെ കളഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുക. മൈക്ക് ക്ലാരിറ്റി കിടലുമാണ്. ഫോൺ വിളിക്കുന്ന സമയത്താണെങ്കിലും ഒരു വിഷയവുമില്ല. ഈ വയറിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ വയർ മേടിച്ച് ഇടാൻ പറ്റും. അത് വയർ പൊട്ടേ അങ്ങനെയൊക്കെ ചെയ്തത്, അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടുന്ന ഒരു വയറും അല്ല. അടിപൊളി 10 mm ഡ്രൈവറാണ് വരുന്നത്. 30 ohms ഇമ്പിഡൻസ് ആണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല ലൗഡാണ്. ഞാൻ തന്നെ ഒരു 75% മുകളിലോട്ട് ഞാൻ വോളിയം കയറ്റിയിട്ടില്ല. ആൻഡ് ഡിസ്ട്രോഷൻ പോലത്തെ പരിപാടികളോ ഒന്നുമില്ല, പതർച്ചയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ബ്യൂട്ടിഫുൾ സൗണ്ട് സിഗ്നേച്ചർ ഇസ് ഞാൻ പറഞ്ഞു. ഞാൻ ആലോചിക്കണം, അപ്പോൾ ഈ 35,000-ൻ്റെയും 1,00,000-ൻ്റെയും 1,50,000-ൻ്റെയൊക്കെ ഈ പറയുന്ന IMൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്തോന്നായിരിക്കും. ഇത് നമുക്ക് കേൾക്കുമ്പം ഇങ്ങനെ ഇരുന്നു. ചില പാട്ടൊക്കെ ഉണ്ടടാ, അയ്യോ മറ്റേ അത് നമ്മൾ ചെറിയ മൈന്യൂട്ട് സൗണ്ട് വരെ നമുക്ക് കേൾക്കാൻ പറ്റും. ആ മ്യൂസിക് ഡയറക്ടർ ഇട്ട സാധനങ്ങൾ പൊള്ളി സാധനം. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും ഈ ഐറ്റം മൂൺ ഡ്രോപ്പിൻ്റെ ഒരുപാട് വേറെ IMs ഉണ്ട്. ബട്ട് എനിക്കെന്തോ മൂൺ ഡ്രോപ്പ് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ചൂറ്റു ഒന്നുമല്ല, ഇതിനെ വെച്ച് നോക്കുമ്പോൾ ചൂറ്റു ഒന്നുമല്ല. കിടിലം സാധനം, കിടിലം ക്വാളിറ്റി, പൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.